അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 അതായത് ഇന്ന് നടന്ന പദവാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. നമ്മൾ ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അധിക പ്രവർത്തനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നുവഫിഖു, ശരിയാക്കാനാണ്, ചേർത്ത് കൊടുക്കുക. അതായത് ഇടതുഭാഗത്തുള്ളത് ഏതാണെന്ന് കണ്ടെത്തി അവിടേക്ക് എഴുതി കൊടുക്കലാണ്. ഒന്ന്, യാ ഫായിസു, ഹേ ഫായിസെ, അൻത സഈദുൻ, നീ വിജയിച്ചവനാണ്. ഡാഷ്, അതിൻ്റെ ബാക്കി ബൈതുക ഖരീബും മിനൽ മസ്ജിദി, നിൻ്റെ വീട് പള്ളിയുടെ അടുത്താണ്. 2, അനീസുൻ ത്വാലിബുൻ, അനീസ് വിദ്യാർത്ഥിയാണ്. ഇനി അതിന് യോജിച്ചതായിരിക്കും, ഹുവയാണ് വരുന്നുണ്ട്. ഹുവ മാഹിറുൻ, അവൻ സമൃദ്ധനാണ്. 3, അൽ ഔലാദു മാഹിറൂന, കുട്ടികളെല്ലാം സമൃദ്ധരാണ്. ഹും യദുറുസൂന ജയ്യിദൻ, അവർ പാഠങ്ങൾ നന്നായി പഠിക്കുന്നു. 4, യാ ഫൗസിയത്തു, ഏ ഫൗസിയ, അന്തി ജാലിസത്തുൻ, നീ ഇരിക്കുന്നവളാണ്. അതിന് യോജിച്ചത് കിതാബുക്കി, കിതാബുക്കി ഫിൽ ഹഖീബത്തി, നിൻ്റെ പുസ്തകം ബാഗിലാണ്. അവിടെ പെണ്ണാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച ളമീർ തിരഞ്ഞെടുക്കണം. 5, ഹബീബത്തുൻ ത്വാലിബത്തുൻ, ഹബീബ വിദ്യാർത്ഥിനിയാണ്. ഹബീബ വിദ്യാർത്ഥിനിയാണ്. ഇനി ഒരാളല്ല ഉള്ളത്, ഒരു സ്ത്രീയാണുള്ളത്. അപ്പോൾ അവൾക്ക് ഹിയ എന്നാണ് പറയാം. അപ്പോൾ ഹിയ മാഹിറത്തുൻ എന്നതാണ് വരേണ്ടത്. ഹിയ മാഹിറത്തുൻ, അവൾ സമൃദ്ധയാണ്. 6, അനീസത്തുൻ വ ഷാക്കിറത്തുൻ ഉഖ്താനി, അനീസയും ഷാക്കിറയും 2 പേരുണ്ട്. 2 പേരുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഹുമ എന്നാണ്. അപ്പോൾ അതിൽ നോക്കുക ഏതാണ്. ഹുമ ദാരിസത്താനി, അവർ 2 പേരും വിദ്യാർത്ഥിനികളാണ്. ഹുമ ദാരിസത്താനി. ഇനി അടുത്തത് അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി അതിൻ്റെ ബാക്കി ഖലമി ഫിസ്സുന്ദൂഖി, എൻ്റെ പേന പെട്ടിയിലാണ്. ഈ പ്രവർത്തനം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 2, രണ്ടാമത്തെ പ്രവർത്തനം നുൻഷി ഉൽ ബഅദൽ ജുമലി ബി മുസാഅദത്തിൽ കലിമാത്തി താലിയത്തി, താഴെ തന്ന കലിമത്ത് എന്ത് ചെയ്യണം, അത് ഓർഡറിലല്ല ഡിസോർഡർ ആയിട്ടാണ് ഉള്ളത്. അത് ശരിയാക്കി എഴുതാനാണ്. ഒന്നാമത്തത് അൽ ബൈത്തി റായിഉൻ ഫിനാഉ, ഇതിൽ ഫസ്റ്റ് വരേണ്ടത് ഫിനാഉ, ഫിനാഉൽ ബൈത്തി റായിഉൻ. രണ്ടാമത്തത് അൽ ഇസ്ലാമി ഹയാത്തു അൽ ഇൽമു, യോജിച്ച് ശരിയാക്കുക. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ്. 3, അളീമുൻ അൽ ഖുർആനു കിതാബുൻ, ഇതിൽ ഫസ്റ്റ് വരേണ്ടത് അലിഫിലാമുള്ളതാണ്. അൽ ഖുർആനു കിതാബുൻ അളീമുൻ, ഖുർആൻ മഹത്വമുള്ള ഗ്രന്ഥമാണ്. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലു, പൂർത്തിയാക്കാനാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് ഇത് പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാകും. ഇവിടെ പൂരിപ്പിക്കുക, നുകമ്മിലു പൂരിപ്പിക്കുക. അൻവറു മുദരിസുൻ, അൻവർ അധ്യാപകനാണ്. ഡാഷ് മുദരിസും ഫി ഡാഷ് സാനവിയതി, ഇവിടെ അൻവറു മുദരിസുൻ എന്ന് കഴിഞ്ഞിട്ട് ഹുവയാണ് ചേർക്കേണ്ടത്. ഹുവ മുദരിസുൻ ഫിൽ മദ്രസത്തി, അവിടെ മദ്രസ എന്നും ചേർക്കുക. ഫിൽ മദ്രസത്തി സാനവിയത്തി, സെക്കൻഡറി മദ്രസയിലെ അധ്യാപകനാണ് അദ്ദേഹം. ഇനി അടുത്തത് വഗ്ഫിറൻ ലി ഡാഷ് ദംബിൻ
വ ഡാഷ് നീ ഫിൽ ഖിയാമത്തി വഗ്ഫിറൻ ലി കുല്ല ദംബിൻ വൻസുറന്നി ഫിൽ ഖിയാമ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ആ ഹുവ ഹുമാ എന്നത് പൂരിപ്പിക്കാനുണ്ടാവുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഇതാ രീതിയിലാണ് പൂരിപ്പിക്കേണ്ടത്. അതിൽ ലാസ്റ്റ് നഹ്നു മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ഡാഷ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് മുന്നിൽ ചേർക്കേണ്ടത് മനസ്സിലാകും. നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, തർജിം ചെയ്യാൻ, പരിഭാഷപ്പെടുത്താം. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം: സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്, അവർ പള്ളിയിലേക്ക് പോകുന്നവരാണ്. രണ്ടാമത്തത് അസ്സാഅത്തു ജദീദത്തുൻ, വാച്ച് പുതിയതാണ്. മൂന്നാമത്തത് അൽ മതറു നാസിലുൻ, മഴ പെയ്യുന്നതാണ്, മഴ പെയ്യുന്നതാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം നുഅരിബ്, അറബിയാക്കാനാണ്. ഒന്ന് വിളി, അതിന് നിദാഉൻ എന്നാണ് പറയുക, വിളി. രണ്ട് നിർഭാഗ്യം, അതിന് ഷഖാവത്തുൻ, നിർഭാഗ്യം. മൂന്ന് നീ ഒരുക്കണം, നീ ഒരുക്കണം, അതിന് ഹയ്യ് എന്നാണ്. അത് കുട്ടികൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അത് ശരിയാക്കിയവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. 4 നിറഞ്ഞത്, മുംതലി ഉൻ, മുംതലി ഉൻ, നിറഞ്ഞത്. 5 ചെടികൾ, ചെടികൾക്ക് നിറയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്റാസുൻ, ചെടികൾ. അപ്പോൾ ഈ പ്രവർത്തനം മുഴുവനും ശരിയാക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.